യോശുവ അധ്യായം 3 ബൈബിൾ ക്വിസ്. ഏത് സമയത്താണ് യോശുവയും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ടത്? ആദികാലത്ത്. യോശുവയും ഇസ്രായേൽ മക്കളും എവിടെ നിന്നാണ് പുറപ്പെട്ട് യോർദാൻ അരികെ എത്തിയത്? ശിത്തീമിൽ നിന്ന്. ആരെല്ലാമാണ് ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ എത്തിയത്? യോശുവയും ഇസ്രായേൽ മക്കൾ എല്ലാവരും. ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് എവിടെ വന്നു? യോർദാൻ അരികെ. യോശുവയും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ എവിടെ താമസിച്ചു? യോർദാൻ അരികെ താമസിച്ചു. യോർദാൻ അരികെ വന്നതിനു ശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് പാളയത്തിലൂടെ നടന്നവർ ആരെല്ലാം? പ്രമാണികൾ. യോർദാൻ അരികെ വന്നതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചത്? 3 ദിവസം കഴിഞ്ഞിട്ട്. യഹോവയുടെ നിയമപെട്ടകം ആരായിരിക്കും ചുമക്കുക? ലേവ്യരായ പുരോഹിതന്മാർ. ആരെ കാണുമ്പോൾ ജനം അവരുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് പിന്നാലെ ചെല്ലണം എന്നാണ് പ്രമാണികൾ ജനത്തോട് കൽപ്പിച്ചത്? അവരുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും അവർ കാണുമ്പോൾ. ജനങ്ങൾക്കും യഹോവയുടെ നിയമപെട്ടകത്തിനും ഇടയിൽ എത്ര മുഴം അകലം ഉണ്ടായിരിക്കണം? 2000 മുഴം അകലം. ഇസ്രായേൽ മക്കൾ നിയമപെട്ടകത്തിൻ്റെ പിന്നാലെ ചെല്ലേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു? അങ്ങനെ അവർ പോകേണ്ടുന്ന വഴി അറിയും. ആ വഴിക്ക് അവർ മുൻപേ പോയിട്ടില്ലല്ലോ. യോശുവ ജനങ്ങളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? കാരണം യഹോവ നാളെ അവരുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. തങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. അടുത്ത ദിവസം യഹോവ അവരുടെ ഇടയിൽ എന്ത് ചെയ്യുമെന്നാണ് യോശുവ ജനങ്ങളോട് പറഞ്ഞത്? അവരുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. യോശുവ പുരോഹിതന്മാരോട് പറഞ്ഞതെന്ത്? നിങ്ങൾ നിയമപെട്ടകം എടുത്ത് ജനത്തിന് മുൻപായി അക്കരെ കടപ്പീൻ. യഹോവ യോശുവയോട് എന്താണ് പറഞ്ഞത്? ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും.
യഹോവ മോശയോടുകൂടെ ഇരുന്നതുപോലെ യോശുവയോടുകൂടി ഇരിക്കും എന്ന് ഇസ്രായേലെല്ലാം അറിയേണ്ടതിന് യഹോവ എന്തു ചെയ്യും? ഇസ്രായേല്യർ കാണുകെ യോശുവയെ യഹോവ വലിയവനാക്കുവാൻ തുടങ്ങും. നിയമപ്പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാർ എവിടെ എത്തുമ്പോഴാണ് യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്കേണ്ടത്? നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിൻ്റെ വക്കത്ത് എത്തുമ്പോൾ. യഹോവ ആരെയെല്ലാം ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയും? കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗർശ്യർ, അമ്മോര്യർ, യബൂസ്യർ എന്നിവരെ നീക്കിക്കളയും. ജീവനുള്ള ദൈവം ഇസ്രായേല്യരുടെ ഇടയിൽ ഉണ്ടെന്ന് ഇസ്രായേല്യർ ഏതിനാൽ അറിയും? അവരുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗശ്യർ, അമ്മോര്യർ, യബൂസ്യർ എന്നിവരെ നീക്കിക്കളയുന്നതിനാൽ. ആരാണ് അവർക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നത്? സർവഭൂമിക്കും നാഥനായവൻ്റെ നിയമപ്പെട്ടകം. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രങ്ങളിൽ നിന്ന് എത്ര പേര്? ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12 ആളെ കൂട്ടുവിൻ എന്നാണ് യോശുവ ജനത്തോട് പറഞ്ഞത്. ഓരോ ആൾ വീതം. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് യോശുവ ജനത്തോട് പറഞ്ഞു. യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. യോർദാനിലെ വെള്ളം എപ്പോൾ രണ്ടായി പിരിഞ്ഞിട്ട് മേലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും? നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ. ജനത്തിനു മുൻപായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നത് ആര്? നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ. ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്നത് ഏത് കാലത്തായിരുന്നു? കൊയ്ത്ത് കാലത്ത്. യോർദാൻ എപ്പോൾ തീരമെല്ലാം കവിഞ്ഞൊഴുകും? കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. കൊയ്ത്തുകാലത്ത് യോർദാനിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയായിരിക്കും? തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. ഏത് പട്ടണത്തിനരികെയാണ് വെള്ളം ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങിയത്? സാരെഥാന സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ. ചാവുകടൽ ഏത് 2 പേരുകളിൽ തിരിച്ചറിയപ്പെട്ടു? അരാബയിലെ കടൽ ഉപ്പുകടൽ. പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുട്ടിയപ്പോൾ താഴേക്ക് ഒഴുകാതെ വെള്ളം ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി എവിടേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി?
അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക്. ഇസ്രായേല്യർ ഏത് പട്ടണത്തിന് നേരെയാണ് മറുകര കടന്നത്? യെരിഹോവിന് നേരെ. ഇസ്രായേൽ ജനം യോർദാൻ കടക്കുമ്പോൾ യഹോവയുടെ നിയമപെട്ടകം ചുമന്ന പുരോഹിതന്മാർ എവിടെ ഉറച്ചു നിന്നു? യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത്. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം എവിടെ കൂടി തന്നെ നടന്നുപോയി. ഉണങ്ങിയ നിലത്തുകൂടി തന്നെ കടന്നുപോയി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.